നമുക്ക് ഈ ലോകത്തിൽ കഷ്ടമുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, വെല്ലുവിളികളുണ്ട്, ഇല്ലായ്മകളുണ്ട്, വല്ലായ്മകളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അതിനകത്ത് നിന്ന് ഒളിച്ചോടാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ നടുവിൽ നിർത്തുന്ന ഒരു ദൈവമുണ്ട്. അതിനാ ദൈവം നമ്മളെ വ്യത്യസ്തരാക്കിയത്, അതിനാ നമ്മുടെ മേൽ അഭിഷേകം പകർന്നത്, അതിനാണ് നമുക്ക് ഉപയോഗിക്കാൻ ഒരു ശക്തിയുള്ള ഒരു നാമം തന്നിരിക്കുന്നത്, അതിനാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ശക്തിയുള്ള വചനം തന്നിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ തന്നിട്ട് നമ്മൾ ഇപ്പോഴും ഒളിച്ചോടാനാണ് ശ്രമിക്കുന്നതെങ്കിൽ നാം ഭീരുക്കളാണ്. നാം അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നത്തിന്റെ അകത്ത് നിന്ന് നാം ഓടിപ്പോകാനുള്ളവരല്ല, ആ പ്രശ്നത്തിന്റെ അകത്തേക്ക് ദൈവ സാന്നിധ്യത്തെ ഇറക്കുന്നവരാകണം. അഭിഷേകം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നലത്തെ കൃപ കൊണ്ട് ഇന്ന് ജീവിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇന്ന് രാവിലെ നീ പ്രാപിച്ചെടുത്ത കൃപയുണ്ടെങ്കിൽ ആ കൃപ തന്നെ അന്ന് മുഴുവൻ നിർത്തും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ ആകുന്നത് കൃപയാലാകുന്നു. അത് ഓരോ ദിവസവും പുതിയ വരുന്ന കൃപയാ. ഇന്നലത്തെ കൃപയല്ല ഇന്നത്തെ കൃപ. നീ അർഹിക്കാത്തത് നിന്നെ ധരിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ മുമ്പിൽ ഒരു പ്രതികൂല വിഷയത്തിനും പിടിച്ചു നിൽക്കാൻ കഴിയാതെ വണ്ണം നിന്നെ നിറയ്ക്കുന്ന ഒരു ദൈവമുണ്ട്.